ഹായ് ബിൻസി ആട്ടോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നത് ക്ലിയറൻസ് സെയിലിൽ വന്നിരിക്കുന്ന കുർത്തീസിന്റെ കളക്ഷൻസ് ആട്ടോ. ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് ലാർജ് സൈസിൽ വന്നിരിക്കുന്ന കുർത്തീസ് ആണ്. എല്ലാം തന്നെ ലാർജ് സൈസ് ആണ്. സൈസ് നമ്മളെല്ലാം ഇങ്ങനെ സൈസ് വൈസ് ആയിട്ട് കാണിക്കുന്നത് കുറച്ചും കൂടി പർച്ചേസിങ് ഈസി ആവാൻ വേണ്ടിയിട്ടാണ്. കാരണം എല്ലാ സൈസും ഒരുമിച്ച് പറയുമ്പോഴത്തേക്കും കുറേ പേർക്കെങ്കിലും കൺഫ്യൂഷൻ ഉണ്ട്. അതുപോലെ തന്നെ നമ്മൾ പറയാത്ത സൈസൊക്കെ ആണെങ്കിൽ നമുക്ക് അവൈലബിലിറ്റി ചെക്ക് ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ട് മെസ്സേജ് വരാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മളിങ്ങനെ ലാർജ് സൈസ് മാത്രമായിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്. ഒരുപാട് ബൾക്കായിട്ടും കാണിക്കുന്നില്ല കേട്ടോ. ഒരുപാട് ബൾക്കായിട്ട് കാണിക്കലും കുറേ കൺഫ്യൂഷൻസ് വരുന്നുണ്ട്. അതുകൊണ്ടാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് എല്ലാം ലാർജ് സൈസിൽ വരുന്ന കുർത്തീസാണ്. ക്ലിയറൻസിലാണ്, ബഡ്ജറ്റ് റേറ്റിലാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഒരു 350 മുതൽ ആണ് റേറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതും ഇൻസൈഡ് കേരള ഫ്രീ ഷിപ്പിംഗിലാണ് നമ്മൾ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇത് മിസ്സാക്കണ്ട കേട്ടോ. മാക്സിമം ഇഷ്ടപ്പെടുന്ന ഐറ്റംസ് സ്ക്രീൻഷോട്ട് എടുക്കുക. നമ്മുടെ സൈസ് ലാർജ് ആണ്, സ്ഥലം കൂടി ഒരുമിച്ച് തന്നെ മെസ്സേജ് ചെയ്യാം കേട്ടോ. നമ്മൾ ഈ താഴെ തന്നിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് വേണം മെസ്സേജ് ചെയ്യാനായിട്ട്. അപ്പോൾ ഇനി സമയം കളയാതെ നമുക്ക് കുർത്തീസ് ഓരോന്നായിട്ട് കാണാം കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ഗീവ് നടന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും തന്നെ ഗീവിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം കേട്ടോ. ഫസ്റ്റ് കുർത്തി വന്നിട്ട് റിംഗിൾ റയോൺ മെറ്റീരിയലാണ് വന്നിരിക്കുന്നത്. സിമ്പിൾ ആയിട്ട് ഫ്രോക്ക് മോഡലിൽ വേറെ ചെയ്യാൻ പാകത്തിനുള്ളത് കേട്ടോ. ഇതിൻ്റെ അകത്ത് എല്ലാം സിംഗിൾ പീസാണ് ഉള്ളത്. നമ്മളിപ്പോൾ ഈ കാണിക്കുന്നത് ലാർജ് സൈസിൽ വരുന്ന കുർത്തീസിൻ്റെ കളക്ഷൻസ് ആണ്. ഹൈനെക്ക് കോളർ നെക്ക് പാറ്റേണിലാണ് വന്നിരിക്കുന്നത്. ഏലിയൻ പാറ്റേണിൽ വന്നിട്ട് ഫ്രോക്ക് മോഡലിൽ നമുക്ക് വേറെ ചെയ്യാൻ പാകത്തിനുണ്ട്. അതുപോലെ തന്നെ ഹെമേരിയയിലേക്ക് ഇതുപോലെ ഗ്യാദേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഇൻസൈഡ് പോർഷനിൽ വരുമ്പോഴത്തേക്കും ക്രേപ്പ് ലൈനിങ് കൂടി അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ സ്ലീവ് വരുമ്പോൾ ഷോർട്ട് സ്ലീവ് ആണ്, പഫ് സ്ലീവ് കൺസെപ്റ്റിലാണ് വന്നിരിക്കുന്നത്. ബാക്ക് സൈഡും ഏലിയൻ തന്നെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഫുൾ വ്യൂ ഇതുപോലെയാണ് വരുന്നത്. റേറ്റ് വന്നിരിക്കുന്നത് 450 ആണ് കേട്ടോ. അപ്പോൾ ഇനി ഇതിൻ്റെ തന്നെ ഒരു കളർ ചേഞ്ച് കൂടി നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ്. ബ്ലൂ കളറാണ് കേട്ടോ. നമ്മൾ ആദ്യം കാണിച്ചത് ഗ്രീൻ ആയിരുന്നു. ഇത് വരുമ്പോഴത്തേക്ക് ഒരു ബ്ലൂ കളറിലാണ് വന്നിരിക്കുന്നത്. ബ്ലൂവിൻ്റെ അകത്തും നല്ല ഭംഗിയാണ്. ഇതും ഫ്രോക്ക് മോഡലിൽ തന്നെ വേറെ ചെയ്യാൻ പാകത്തിനുള്ളതാണ്. ഇതുപോലെയാണ് പ്രിന്റ് വന്നിരിക്കുന്നത്. സിമ്പിളായിട്ട് നമുക്ക് റെഗുലർ വെറൈറ്റിക്ക് യൂസ് ചെയ്യാൻ പാകത്തിനാണ്. ഇത് ബഡ്ജറ്റ് റേറ്റിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഫുൾ വ്യൂ ഇതുപോലെയാണ് വരുന്നത്. റേറ്റ് വന്നിരിക്കുന്നത് 450. അതും ഇൻസൈഡ് കേരള ഫ്രീ ഷിപ്പിംഗിൽ തന്നെയാണ് ചെയ്യുന്നത്. അടുത്ത കുർത്തി വരുമ്പോഴത്തേക്കും റയോൺ മെറ്റീരിയലാണ് വന്നിരിക്കുന്നത്. ഈ കുർത്തി വിതൗട്ട് ലൈനിങ്ങിലാണ്. ഇതൊരു ഫീഡിംഗ് കുർത്തി കൺസെപ്റ്റിലാണ് വന്നിരിക്കുന്നത്. ഫീഡിംഗ് കുർത്തിയായിട്ട് യൂസ് ചെയ്യാൻ പാകത്തിനാണ്. 2 സൈഡ്സിലും ഹിഡൻ സിബ് കൊടുത്തിട്ടുണ്ട്. നെക്ക് വരുമ്പോഴത്തേക്കും ഹൈനെക്കാണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ കളർ വരുമ്പോഴത്തേക്കും ഒരു ഡാർക്ക് പീച്ചിൻ്റെ അകത്ത് വൈറ്റ് കളറിൽ വന്നിരിക്കുന്ന പ്രിന്റ് ആണ് കൊടുത്തിരിക്കുന്നത്. സെന്റർ പോർഷനിൽ ഡോറീസ് ഒക്കെ ഉണ്ട്. നമ്മുടെ ഷേപ്പിനനുസരിച്ച് ടൈ ചെയ്യാം. താഴേക്ക് വരുമ്പോഴത്തേക്ക് അത്യാവശ്യം ഫ്ലെയറിലൊക്കെയാണ് വന്നിരിക്കുന്നത്. ഇതുപോലെ വരും. ഹെമേരയിലേക്ക് ചെറിയൊരു പടിയൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതുപോലെയാണ് ഇതിൽ വന്നിരിക്കുന്ന പ്രിന്റ്. ഇങ്ങനെയാണ് ഈ കുർത്തി വരുമ്പോൾ ഒരു പാനൽ കട്ട് പാറ്റേണിലാണ് വന്നിരിക്കുന്നത്. പാനൽ കട്ട് താഴെ നമ്മുടെ ബോഡിയിലേക്ക് വരുന്നത് ഒരു പാനൽ കട്ടിൻ്റെ പാറ്റേണിലാണ് വന്നിരിക്കുന്നത്. വിതൗട്ട് ലൈനിങ്ങിലാണ്. അപ്പോൾ ഇതിൻ്റെ ഫുൾ വ്യൂ വന്നിരിക്കുന്നത് ഇതുപോലെയാണ്. റേറ്റ് വരുന്നത് 399 ആണ് കേട്ടോ. അടുത്ത കുർത്തി വരുമ്പോഴത്തേക്ക് നമ്മൾ ആദ്യം കാണിച്ചതിൻ്റെ തന്നെ സെയിം പാറ്റേൺ തന്നെയാണ്. ഫീഡിംഗ് കുർത്തി തന്നെയാണ്. അതിൻ്റെ റിവേഴ്സ് പ്രിൻ്റാണ് വരുന്നത് കേട്ടോ. ഇതിൻ്റെ അകത്തേക്ക് വരുമ്പോഴത്തേക്ക് നമ്മുടെ ഹെമേരിയിൽ വന്നിരിക്കുന്ന പടിയിൽ നമ്മൾ ആദ്യം കണ്ട പ്രിൻ്റാണ് ഇതിൻ്റെ ബോഡി പോർഷനിലേക്ക് വന്നിരിക്കുന്നത് കേട്ടോ. ആ ഒരു ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം സെയിം തന്നെയാണ് വന്നിരിക്കുന്നത്. ഇതുപോലെയാണ് കേട്ടോ. ഫീഡിംഗ് കുർത്തിയാണ്. 2 സൈഡ്സിലും ഹിഡൻ സിബ് കൊടുത്തിട്ടുണ്ട്. പാനൽ കട്ടാണ് താഴേക്ക് വന്നിരിക്കുന്നത്. അത്യാവശ്യം ഫ്ലെയറിലാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഫുൾ വ്യൂ വന്നിരിക്കുന്നത് ഇതുപോലെയാണ്. നമുക്ക് റേറ്റ് വന്നിരിക്കുന്നത് 399 ആണ് കേട്ടോ. ഇനി അടുത്ത കുർത്തി വരുമ്പോഴത്തേക്കും അടുത്തതും നമ്മുടെ ഫീഡിംഗ് കുർത്തി കൺസെപ്റ്റിൽ തന്നെ വന്നിരിക്കുന്ന കുർത്തിയാണ്. സിമ്പിളായിട്ട് വരുന്ന കുർത്തിയാണ്. റയോൺ മെറ്റീരിയലാണ്. വിതൗട്ട് ലൈനിങ്ങിലാണ്. റെഗുലർ വെറൈറ്റി യൂസ് ചെയ്യാൻ പാകത്തിനാണ് വന്നിരിക്കുന്നത്. നെക്ക് വരുമ്പോഴത്തേക്കും ഹൈനെക്കാണ്. സെൻറ്റർ പോർഷനിൽ ഒരു പടി കൊടുത്തിട്ടുണ്ട് കേട്ടോ. 2 സൈഡ്സിലും ഹിഡൻ സിബ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. താഴേക്കൊക്കെ വരുമ്പോൾ അത്യാവശ്യം ഫ്ലെയറിലാണ്. ഈ സെൻറ്ററിൽ വരുന്ന പടി താഴെ വരെ ഉണ്ട് കേട്ടോ. ഹെമേരിയയിലേക്ക് മാത്രം ചെറിയൊരു ഫ്രണ്ട് പോർഷനിൽ മാത്രം ചെറിയൊരു സ്ലിറ്റ് കൊടുത്തിട്ടുണ്ട്. സ്ലീവ് 3/4 ആണ് വന്നിരിക്കുന്നത്. നല്ല ഭംഗിയുള്ള ഒരു പേസ്റ്റൽ ഗ്രീൻ ആൻഡ് വൈറ്റ് ഉണ്ട് കോമ്പിനേഷൻ വന്നിരിക്കുന്നത്. ബാക്ക് സൈഡ് ആണെങ്കിലും നല്ല ഭംഗിയാണ്. അപ്പോൾ ഇതിൻ്റെ ഫുൾ വ്യൂ വന്നിരിക്കുന്നത് ഇതുപോലെയാണ്. നമുക്ക് റേറ്റ് വന്നിരിക്കുന്നത് 399 ആണ്. അടുത്ത കുർത്തി വന്നിട്ട് സോഫ്റ്റ് സിൽക്ക് മെറ്റീരിയലാണ് വന്നിരിക്കുന്നത്. ഒരു ഡാർക്ക് ആഷ് കളറിലാണ്, ആഷ് ടു ഗ്രേ ആ ഒരു ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത്. നല്ല ഭംഗിയാണ്. നമുക്ക് പാർട്ടി വെറൈറ്റിക്ക് യൂസ് ചെയ്യണമെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാൻ പാകത്തിനാണ് വന്നിരിക്കുന്നത്. ഈ ഓപ്പോഷനിൽ നല്ല ഹെവി ആയിട്ട് വന്നിരിക്കുന്നത്. ഹാൻഡ് വർക്ക് എല്ലാം കൊടുത്തിട്ടുണ്ട്. സെയിം കളർ ടോണിൽ വരുന്ന കട്ട് ബീഡ്സ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. താഴേക്ക് വരുമ്പോൾ ഏലിയനിലാണ് വന്നിരിക്കുന്നത്. ഇൻസൈഡ് പോർഷനിൽ കോട്ടൺ ലൈനിങ് കൊടുത്തിട്ടുണ്ട്. സ്ലീവ് വരുമ്പോൾ 3/4 സ്ലീവ് വിതൗട്ട് ലൈനിങ്ങിലാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഫുൾ വ്യൂ വന്നിരിക്കുന്നത് ഇതുപോലെയാണ്. റേറ്റ് വരുന്നത് 450 ആണ്. അടുത്ത കുർത്തി വന്നിട്ട് ഇതും ഒരു ഫ്രോക്ക് മോഡലിൽ നമുക്ക് വേറെ ചെയ്യാൻ പാകത്തിനാണ് വന്നിരിക്കുന്നത്. നെക്ക് വരുമ്പോൾ യൂനെക്കാണ്. യോക്ക് പോർഷനിൽ വന്നിരിക്കുന്നത് ഓർഗൻസ മെറ്റീരിയലാണ് വന്നിരിക്കുന്നത്. ബോഡിയിലേക്ക് വരുമ്പോഴത്തേക്കും ജോർജറ്റാണ് മെറ്റീരിയൽ വന്നിരിക്കുന്നത്. കളർ വരുമ്പോഴത്തേക്കും നല്ല ഡാർക്ക് ഗ്രേ ഷെയ്ഡിനോട് ചേർന്നാണ് നിൽക്കുന്നത്. യോക്ക് പോർഷനിൽ ഫ്ലോറൽ പ്രിന്റ് ഒക്കെയാണ് വന്നിരിക്കുന്നത്. സ്ലീവ് വരുമ്പോൾ ഒരു ഷോർട്ട് സ്ലീവ് കൺസെപ്റ്റിലാണ് വന്നിരിക്കുന്നത്. ഇതുപോലെയാണ് സ്ലീവ്. ഇതുപോലെയാണ് വന്നിരിക്കുന്നത്. ഒരു പഫ് സ്ലീവ് കൺസെപ്റ്റാണ്. ജോറീസ് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഷേപ്പിനനുസരിച്ച് ടൈ ചെയ്യാം കേട്ടോ. ബാക്ക് സൈഡ് ഇതുപോലെയാണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഫുൾ വ്യൂ വന്നിരിക്കുന്നത് ഇതുപോലെയാണ്. റേറ്റ് വരുന്നത് 399. അടുത്ത കുർത്തി വന്നിട്ട് ജോർജറ്റ് മെറ്റീരിയലിൽ വന്നിരിക്കുന്ന ഒരു ആലിയ കട്ട് പാറ്റേണിൽ വന്നിരിക്കുന്ന കുർത്തിയാണ് കേട്ടോ. ഇതിന്റെ കളർ വരുമ്പോഴത്തേക്കും ബേസ് കളർ
ബ്ലാക്ക് ആണ്, ഫുള്ളായിട്ട് ഫ്ലോറൽ പ്രിന്റ് ആണ് വന്നിരിക്കുന്നത്. നല്ല ഭംഗിയായിട്ട് നമുക്ക് വെയർ ചെയ്യാൻ പാകത്തിനാണ്. ഇതെല്ലാം നമ്മൾ കാണിക്കുന്നത് ലാർജ് സൈസിൽ വന്നിരിക്കുന്നതാണ് കേട്ടോ. ഇതുപോലെയാണ് കേട്ടോ വരുന്നത്. ഇത് ഫുൾ ലൈനിങ് അറ്റാച്ച് ചെയ്യുന്നുണ്ട്, സ്ലീവിലും കൂടി ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത്. ഇതിന്റെ ഫുൾ വ്യൂ ഇതുപോലെയാണ് വരുന്നത്. റേറ്റ് വന്നിരിക്കുന്നത് 450, 450. അടുത്ത കുർത്തി വന്നിട്ട് കോട്ടണിലാണ് വന്നിരിക്കുന്നത്. പ്യുവർ കോട്ടൺ ആണ് കേട്ടോ മെറ്റീരിയൽ വന്നിരിക്കുന്നത്. കാന്ത കോട്ടൺ ആണ്. കളർ വരുമ്പോഴത്തേക്ക് ഒരു പേസ്റ്റൽ ഗ്രീൻ ആണ്. ഗ്രീൻ്റെ അകത്ത് ഫുള്ളായിട്ട് ഫ്ലോറൽ പ്രിന്റ് തന്നെയാണ് വന്നിരിക്കുന്നത്. ബാക്ക് സൈഡ് ഇതുപോലെ കേട്ടോ. നെക്ക് വരുമ്പോൾ ഹൈ നെക്ക് ആണ്, താഴേക്ക് വരുമ്പോൾ സ്ലിറ്റഡ് ആയിട്ട് വരുന്ന കുർത്തിയാണ് കേട്ടോ. വിത്ത് ലൈനിങ് ആണ് ചെയ്തിരിക്കുന്നത്. സ്ലീവ് 3/4 ആണ് വന്നിരിക്കുന്നത്. ഈ കുർത്തീസ് എല്ലാം നമുക്ക് റെഗുലർ വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പാകത്തിനാണ് വന്നിരിക്കുന്നത്. ഇതുപോലെയാണ് കേട്ടോ. ഇപ്പോൾ ഓഫീസ് വെയർ ആയിട്ടൊക്കെ റെഗുലർ വെയർ ആയിട്ട് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതൊക്കെ നല്ലൊരു ഓപ്ഷനാണ്. അതും ബഡ്ജറ്റ് റേറ്റിലാണ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് 450, 450 ആണ് കേട്ടോ. ഇൻസൈഡ് കേരളയാകുമ്പോൾ ഫ്രീ ഷിപ്പിംഗിലും കൂടിയാണ് ഇത് നമ്മൾ ചെയ്യുന്നത് കേട്ടോ. അടുത്ത കുർത്തി വന്നിട്ട് കോട്ടൺ, പ്യുവർ കോട്ടൺ ആണ്. കലങ്കാരി കോട്ടൺ ആണ് മെറ്റീരിയൽ വന്നിരിക്കുന്നത്. നല്ല കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് വെയർ ചെയ്യാൻ പാകത്തിനാണ്. അത് പാർട്ടി വെയർ ആയിട്ട് തന്നെ യൂസ് ചെയ്യാൻ പാകത്തിനാണ് വന്നിരിക്കുന്നത്. ബേസ് കളർ വന്നിരിക്കുന്നത് ബ്ലാക്ക് ആണ്. ബ്ലാക്കിൻ്റെ അത് ഫുള്ളായിട്ട് കലങ്കാരി പ്രിന്റ് ആണ് വന്നിരിക്കുന്നത്. നല്ല ഭംഗിയാണ്. നമ്മൾ എപ്പോഴും കോമൺലി കാണുന്ന ആ ഒരു പ്രിന്റ് ആണ്. ബ്ലോക്ക് പ്രിന്റ്സ് ആണ് ഇതിൽ ചെയ്തിരിക്കുന്നത്. നെക്ക് വരുമ്പോഴത്തേക്കും നല്ല ഭംഗിയുള്ള ഒരു നെക്ക് പാറ്റേൺ ആണ്. നെക്ക് ലൈൻ നല്ല ഹെവി ആയിട്ട് വന്നിരിക്കുന്ന ഹാൻഡ് വർക്കാണ് കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല വീതിയിലാണ് കേട്ടോ. ഒരു 2 ഇഞ്ചോളം വീതിയിലാണ് ഈ ഒരു ഹാൻഡ് വർക്ക് കൊടുത്തിരിക്കുന്നത്. കട്ട് ബീഡ്സും മിറേഴ്സും തന്നെയാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. സ്ലീവ് വരുമ്പോൾ 3/4 ആണ്. ഈ കുർത്തി വിതൗട്ട് ലൈനിങ്ങിലാണ്. നമുക്ക് എപ്പോഴും അറിയാം കലങ്കാരി പാറ്റേണിൽ വരുന്ന കുർത്തീസൊക്കെ അത്യാവശ്യം നല്ല കട്ടിയുള്ള മെറ്റീരിയലായിരിക്കും കേട്ടോ വരുന്നത്. ബാക്ക് സൈഡ് ഇതുപോലെയാണ്. ഇതിന്റെ ഫുൾ വ്യൂ വന്നിരിക്കുന്നത് ഇതുപോലെയാണ്. റേറ്റ് വരുന്നത് 550, 550 ആണ്. അടുത്ത കുർത്തി വന്നിട്ട് ഇത് വരുമ്പോഴേക്കും ഒരു പാനൽ കട്ട് പാറ്റേണിൽ വരുന്ന കുർത്തിയാണ്. കുർത്തി പ്ലസ് ദുപ്പട്ടയാണ്. ഇത് കുറേ പേർക്കെങ്കിലും കണ്ട് പരിചയമുണ്ടോ. നല്ല ഹൈലൈറ്റ് ചെയ്ത് നമുക്ക് വന്നിരുന്ന ഒരു കുർത്തി പാറ്റേൺ ആണ് കേട്ടോ. പാനൽ കട്ട് പാറ്റേണിൽ വന്നിരിക്കുന്ന കോട്ടണിൽ വന്നിരിക്കുന്ന കുർത്തിയാണ്. നെക്ക് വരുമ്പോൾ ഹൈ നെക്കാണ്. യോക്ക് പോർഷനിലൊക്കെ ആണെങ്കിൽ നല്ല ഭംഗിയാണ് കേട്ടോ. ആ ഒരു വർക്ക് സെയിം പ്രിന്റ് വന്നിരിക്കുന്നത് നല്ല ഭംഗിയാണ്. ബോഡിയിലേക്ക് വരുമ്പോഴത്തേക്കും ഫുള്ളായിട്ട് പാനൽസ് ആണ് വന്നിരിക്കുന്നത്. അത്യാവശ്യം നല്ല ഫ്ലെയറിലാണ് വന്നിരിക്കുന്നത്. ഇൻസൈഡ് പോർഷനിൽ കോട്ടൺ ലൈനിങ് കൂടി അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് ഇങ്ങനെ ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇത്ര പാനൽസ് ഉണ്ടെന്ന്. അത്രയും നല്ല ഫ്ലെയറിൽ വന്നിരിക്കുന്ന കുർത്തിയാണ് കേട്ടോ. ബാക്ക് സൈഡും സെയിം തന്നെയാണ് വന്നിരിക്കുന്നത്. സ്ലീവ് വരുമ്പോൾ 3/4 ആണ്. സ്ലീവിൻ്റെ എൽ പോർഷനിൽ ഒരു പടി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതായത് യോക്ക് പോർഷനിൽ കുറച്ച് ക്രൗഡഡ് ആയിട്ട് വരുന്നതാണ്. ബോഡിയിലേക്ക് വരുമ്പോഴത്തേക്കും കുറച്ച് കുഞ്ഞു കുഞ്ഞു പ്രിന്റ് ആണ് വന്നിരിക്കുന്നത്. അതാണ് ഡിഫറൻസ് വന്നിരിക്കുന്നത്. ഇങ്ങനെയാണ്. ഇതാണ് ബോഡിയിലേക്ക് വരുന്നത്. ഇതിൻ്റെ കൂടെ തന്നെ ദുപ്പട്ടയും കൂടി വെയർ ചെയ്യുന്നുണ്ട്. ദുപ്പട്ടയാണെങ്കിലും സോഫ്റ്റ് കോട്ടൺ മെറ്റീരിയലാണ് വന്നിരിക്കുന്നത്. നല്ല കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് വെയർ ചെയ്യാൻ പാകത്തിനാണ് കേട്ടോ. ഇതുപോലെയാണ് വരുന്നത്. അത്യാവശ്യം ലൈറ്റും വിഡ്ത്തും ഉള്ള മെറ്റീരിയലാണ് ഇത് വന്നിരിക്കുന്നത്. നമുക്ക് റെഗുലർ വെയർ ആയിട്ട് യൂസ് ചെയ്യാം. ഇതെല്ലാം നല്ല, അതായത് ഒരു 1000 എബവ് റേറ്റിൽ വന്നിരുന്ന കുർത്തീസാണ്. ഇപ്പോൾ നമ്മൾ ക്ലിയറൻസ് സെയിലിൻ്റെ ഭാഗമായിട്ട് ഇതൊരു ബഡ്ജറ്റ് റേറ്റിലേക്കാണ് കൊണ്ടുവന്നിരിക്കുന്നത്. 750 മാത്രമാണ് ഇപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത്. അടുത്ത കുർത്തി വന്നിട്ട് ഇത് വരുമ്പോഴത്തേക്കും പ്രിങ്കിൾ റയോൺ മെറ്റീരിയലാണ് വന്നിരിക്കുന്നത്. പാർട്ടി വെയർ ആയിട്ട് തന്നെ യൂസ് ചെയ്യാൻ പാകത്തിനാണ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ അകത്ത് ഫുള്ളായിട്ട് മെഷ് എംബ്രോയിഡറി ആണ് ചെയ്തിരിക്കുന്നത്. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. കളർ വരുമ്പോഴത്തേക്കും നല്ലൊരു ബ്ലൂ ഷെയ്ഡാണ് വന്നിരിക്കുന്നത്. ടീൽ ബ്ലൂവിൻ്റെ ഒരു കളറിലാണ് വന്നിരിക്കുന്നത്. ഈ ഒരു പോർഷനിലൊക്കെ ഇങ്ങനെ പ്ലീറ്റ്സ് കൊടുത്തിട്ടാണ് 2 സൈഡ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. നല്ല ഭംഗിയാണ് കാണുന്നത്. ബാക്ക് സൈഡ് ഇതുപോലെയാണ്. അതുപോലെ തന്നെ സ്ലീവ് 3/4 ആണ് വന്നിരിക്കുന്നത്. ഇതുപോലെയാണ് കേട്ടോ. ഇൻസൈഡ് പോർഷനിൽ ബനിയൻ ലൈനിങ് ആണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഫുൾ വ്യൂ വന്നിരിക്കുന്നത് ഇതുപോലെയാണ്. റേറ്റ് വരുന്നത് 550 ആണ്, 550. അടുത്ത കുർത്തി വന്നിട്ട് ഇതും പ്രിങ്കിൾ റയോൺ മെറ്റീരിയലിൽ തന്നെയാണ് വന്നിരിക്കുന്നത്. നല്ലൊരു പാർട്ടി വെയറായിട്ട് തന്നെ യൂസ് ചെയ്യാൻ പാകത്തിനാണ് വന്നിരിക്കുന്നത്. ഒരു ആഷ് കളറിലാണ് വന്നിരിക്കുന്നത്. ഫുള്ളായിട്ട് ഈ ഒരു പോർഷനിലൊക്കെ മെഷ് എംബ്രോയിഡറി ആണ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ അത്യാവശ്യം ഫ്ലെയറിലാണ് ഇൻസൈഡ് പോർഷനിൽ ബനിയൻ ലൈനിങ് കൊടുത്തിട്ടുണ്ട്. ഹെമ്മേരിയിലേക്ക് ഇതുപോലെ ആ ഒരു മെഷ് എംബ്രോയിഡറി തന്നെ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതുപോലെയാണ് വരുന്നത്. നല്ല ഭംഗിയുള്ള ആഷ് കളറാണ്. ബാക്ക് സൈഡ് ഇതുപോലെയാണ് വന്നിരിക്കുന്നത്. സ്ലീവ് 3/4 ആണ്. അപ്പോൾ ഇതിന്റെ ഫുൾ വ്യൂ വന്നിരിക്കുന്നത് ഇതുപോലെയാണ്. റേറ്റ് വരുന്നത് 450, 450 ആണ്. അടുത്ത കുർത്തി വന്നിട്ട് ഇത് വരുമ്പോഴത്തേക്ക് ഒരു ക്രേപ്പ് മെറ്റീരിയൽ ആണ്. വിത്ത് ലൈനിങ് ആണ് ചെയ്തിരിക്കുന്നത്. സിമ്പിൾ ആയിട്ട് റെഗുലർ വെറൈറ്റി യൂസ് ചെയ്യാൻ പാത്രമാണ് വന്നിരിക്കുന്നത് കേട്ടോ. നല്ലൊരു ബഡ്ജറ്റ് റേറ്റിലാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഫുള്ള് കളർ വരുമ്പോൾ ബേസ് ബ്ലാക്ക് ആണ്. അതിൻ്റെ അകത്ത് ഫുള്ളായിട്ട് ഫ്ലോറൽ പ്രിന്റ് ആണ് കേട്ടോ വന്നിരിക്കുന്നത്. ഇതുപോലെയാണ്. താഴേക്ക് വരുമ്പോഴത്തേക്കും സ്ലിറ്റഡ് ആണ് വന്നിരിക്കുന്നത്. ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ സ്ലീവ് വരുമ്പോൾ 3/4 ആണ്. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് നല്ല കംഫർട്ടബിൾ ആയിട്ട് വെയർ ചെയ്യാം. അതുപോലെ തന്നെ വാഷ് ചെയ്യാം. ഷ്രിങ്കേജിൻ്റെ പ്രോബ്ലം ഇല്ല, കളർ ബ്ലീഡിങ്ങിൻ്റെ പ്രോബ്ലം ഇല്ല, അങ്ങനത്തെ ഒരു പ്രശ്നവും വരത്തില്ല കേട്ടോ. ഇതിൻ്റെ ഫുൾ വ്യൂ ഇതുപോലെയാണ് വരുന്നത്. റേറ്റ് വന്നിരിക്കുന്നത് 299 മാത്രമേ ഉള്ളൂ കേട്ടോ. അതും ഇൻസൈഡ് കേരളയാണെങ്കിൽ ഫ്രീ ഷിപ്പിംഗിലാണ് നമ്മൾ ചെയ്യുന്നത്. അടുത്ത കുർത്തി വന്നിട്ട് ഇതും നമ്മൾ ആദ്യം കാണിച്ച സെയിം മെറ്റീരിയൽ തന്നെയാണ് വന്നിരിക്കുന്നത്. ഇതിൽ വന്നിരിക്കുന്ന ഈ പ്രിന്റിൽ മാത്രം ചെറിയൊരു ഡിഫറൻസ് ഉള്ളൂ. ബാക്കി എല്ലാ ഫീച്ചേഴ്സും സെയിം തന്നെയാണ് വന്നിരിക്കുന്നത്. ഇതുപോലെയാണ് കേട്ടോ. ഈ പ്രിന്റിൽ മാത്രം വരുന്ന ഡിഫറൻസേ ഉള്ളൂ കേട്ടോ. ഇതെല്ലാം നമുക്ക് റെഗുലർ വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പാകത്തിനാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഫുൾ വ്യൂ വന്നിരിക്കുന്നത് ഇതുപോലെയാണ്. റേറ്റ് വന്നിരിക്കുന്നത് 299 ആണ് കേട്ടോ.
അടുത്ത കുർത്തി വന്നിട്ട് പ്യുർ കോട്ടണിലാണ് വന്നിരിക്കുന്നത്. അജ്രക് പ്രിന്റ് വരുന്ന കോട്ടൺ കുർത്തിയാണ്. നല്ല കംഫർട്ടബിൾ ആയിട്ട് വെയർ ചെയ്യാൻ പാത്രമാണ്. യൂനെക്കാണ് വന്നിരിക്കുന്നത്. നെക്ക് ലൈനൊക്കെ നല്ല ഭംഗിയായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. വർക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെൽഫായിട്ട് വരുന്ന ഒരു പാറ്റേൺ ആണ് ചെയ്തിരിക്കുന്നത്. താഴേക്ക് വരുമ്പോൾ എ ലൈനിലാണ് വന്നിരിക്കുന്നത്. ഇൻസൈഡ് പോർഷനിൽ കോട്ടൺ ലൈനിങ് കൊടുത്തിട്ടുണ്ട്. സ്ലീവ് വരുമ്പോൾ 3/4 ആണ് വന്നിരിക്കുന്നത്. ഇതുപോലെയാണ് ഇതിൽ വന്നിരിക്കുന്ന പ്രിന്റ്. ഇതാണ് കേട്ടോ, അജ്രക്കിന്റെ പ്രിന്റ് ആണ് വന്നിരിക്കുന്നത്. ബാക്ക് സൈഡ് ഇതുപോലെയാണ്. ഇതെല്ലാം നമ്മൾ കാണിക്കുന്നത് ലാർജ് സൈസിൽ വരുന്ന കുർത്തീസ് കളക്ഷൻസ് ആണ് കേട്ടോ. അപ്പോൾ ഇതിന്റെ ഫുൾ വ്യൂ ഇതുപോലെയാണ് വരുന്നത്. റേറ്റ് വന്നിരിക്കുന്നത് 450. അടുത്ത കുർത്തി വന്നിട്ട് ഇതും കോട്ടണിൽ തന്നെ വന്നിരിക്കുന്ന കുർത്തിയാണ് കേട്ടോ. ഡിഫറെന്റ് ആയിട്ട് നിൽക്കുന്ന ഒരു പാറ്റേൺ ആണ്. എ ലൈനിലാണ് വന്നിരിക്കുന്നത്. കളർ വരുമ്പോഴത്തേക്കും ബ്ലാക്ക് ആണ് കേട്ടോ. ബേസ് കളർ വന്നിരിക്കുന്നത് ഇതുപോലെയാണ്. ഇൻസൈഡ് പോർഷനിൽ കോട്ടൺ ലൈനിങ് കൊടുത്തിട്ടുണ്ട്. ബാക്ക് സൈഡ് ഇതുപോലെയാണ് വന്നിരിക്കുന്നത്. സ്ലീവ് വരുമ്പോഴത്തേക്കും 3/4 ആണ് വരുന്നത്. ഇതിന്റെ നെക്ക് ഒക്കെ എന്ന് പറയുമ്പോൾ കുറച്ച് ഡിഫറെന്റ് ആയിട്ട് നിൽക്കുന്ന നെക്ക് പാറ്റേൺ ആണ് കേട്ടോ വന്നിരിക്കുന്നത്. ഇതെല്ലാം നമ്മൾ നോർമൽ സെയിലിൽ ഇട്ട റേറ്റ് ഒക്കെ നിങ്ങൾക്ക് പഴയ വീഡിയോസിൽ അറിയാൻ പറ്റും. ഇപ്പോൾ നമ്മളിതെല്ലാം തന്നെ ഒരു ബഡ്ജറ്റ് റേറ്റിലാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ ഇതിന്റെ ഫുൾ വ്യൂ ഇതുപോലെയാണ് വരുന്നത്. റേറ്റ് വന്നിരിക്കുന്നത് 499. അടുത്ത കുർത്തി വന്നിട്ട് ഇത് വരുമ്പോഴത്തേക്ക് ഒരു ഫ്രോക്ക് മോഡൽ നമുക്ക് വെയർ ചെയ്യാൻ പാത്രം, സിമ്പിൾ ആയിട്ട് വെയർ ചെയ്യാൻ പാത്രമാണ് വന്നിരിക്കുന്നത്. വിതൗട്ട് ലൈനിങ്ങിലാണ്. മെറ്റീരിയൽ വരുമ്പോൾ കോട്ടൺ ആണ് വന്നിരിക്കുന്നത്. കളർ വരുമ്പോഴത്തേക്കും നല്ലൊരു യെല്ലോ ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത്. ഇതുപോലെയാണ്. വൺ സൈഡിൽ ഇതുപോലെ മെഷ് എംബ്രോയിഡറി ചെയ്തിട്ടുണ്ട്. ഇതുപോലെ ഒരു ഹാൻഡ് വർക്കും മെഷ് എംബ്രോയിഡറിൻ്റെ ഒരുമിച്ചാണ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ അകത്ത് നല്ല ഭംഗിയായിട്ടാണ് വന്നിരിക്കുന്നത്. താഴേക്ക് വരുമ്പോൾ അത്യാവശ്യം നല്ല ഫ്ലെയർ ഉണ്ട്. ശരിക്കും ഒരു ഫ്രോക്കായിട്ടാണ് വെയർ ചെയ്യാൻ പാകത്തിനാണ് വന്നിരിക്കുന്നത്. ബാക്ക് സൈഡ് ഇതുപോലെയാണ്. അതുപോലെ തന്നെ ഡോറീസ് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഷേപ്പിനനുസരിച്ച് ടൈ ചെയ്ത് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇതിൻ്റെ ഫുൾ വ്യൂ ഇതുപോലെയാണ് വരുന്നത്. റേറ്റ് വന്നിരിക്കുന്നത് 299. അടുത്ത കുർത്തി വന്നിട്ട് ഇത് വരുമ്പോഴത്തേക്കും പ്യുർ കോട്ടണിലാണ് വന്നിരിക്കുന്നത്. നല്ല ഭംഗിയായിട്ട് വരുന്ന ഒരു കുർത്തിയാണ്. നമുക്ക് ഓഫീസ് വെയറായിട്ടൊക്കെ യൂസ് ചെയ്യാൻ പാകത്തിൻ്റെ ഒരു കുർത്തിയാണ്. കളർ വരുമ്പോഴത്തേക്കും വൈറ്റിൻ്റെയും ബ്ലൂവിൻ്റെയും കോമ്പിനേഷനിലാണ്. നെക്ക് യൂനെക്കാണ് വന്നിരിക്കുന്നത്. അത്യാവശ്യം ഹാൻഡ് വർക്ക് എല്ലാം കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതുപോലെയാണ് വന്നിരിക്കുന്നത്. ബാക്ക് സൈഡ് ഇതുപോലെയാണ്. അപ്പോൾ ഇതിൻ്റെ ഫുൾ വ്യൂ വന്നിരിക്കുന്നത് ഇതുപോലെയാണ്. റേറ്റ് വന്നിരിക്കുന്നത് 499. അടുത്ത കുർത്തി വരുന്നത് വിചിത്ര സിൽക്ക് മെറ്റീരിയലാണ്. സിമ്പിൾ ആയിട്ട് വെയർ ചെയ്യാൻ പാത്രമാണ് വന്നിരിക്കുന്നത്. റെഗുലർ വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പാത്രമുള്ള കുർത്തിയാണ് കേട്ടോ. കളർ വരുമ്പോഴത്തേക്കും ഒരു ടീൽ ബ്ലൂ കളറിലാണ് വന്നിരിക്കുന്നത്. നെക്ക് യൂനെക്കാണ് ഈ ഓപ്പോഷനിൽ വരുമ്പോഴത്തേക്കും മെഷ് എംബ്രോയിഡറിയാണ് ചെയ്തിരിക്കുന്നത്. സ്ലിറ്റഡ് ആയിട്ട് വരുന്ന കുർത്തിയാണ്. ക്രേപ്പ് ലൈനിങ് കൂടി അറ്റാച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ കൂടെ തന്നെ നല്ല കംഫർട്ടബിൾ, നമുക്ക് റെഗുലർ വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പാത്രമാണ് വന്നിരിക്കുന്നത്. സ്ലീവ് വരുമ്പോൾ 3/4 ആണ് വന്നിരിക്കുന്നത്. ബാക്ക് സൈഡ് ഇതുപോലെയാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഫുൾ വ്യൂ എല്ലാത്തിനും അത്യാവശ്യം നല്ല ലെങ്ത്തിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഫുൾ വ്യൂ ഇതുപോലെയാണ് വരുന്നത്. റേറ്റ് വന്നിരിക്കുന്നത് 350 ആണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിച്ചത് എല്ലാം തന്നെ ഓഫർ സെയിൽ വന്നിരിക്കുന്ന കുർത്തീസ് കളക്ഷൻസ്. ഓഫർ സെയിലല്ല, ക്ലിയറൻസ് സെയിൽ വന്നിരിക്കുന്ന കുർത്തീസ് കളക്ഷൻസ് ആണ്. അതെല്ലാം ലാർജ് സൈസിൽ വരുന്ന കുർത്തീസാണ് നമ്മൾ കാണിച്ചത്. എല്ലാം തന്നെ ഒരു ബഡ്ജറ്റ് റേറ്റിലാണ് കേട്ടോ. അതായത് ഒരു 299 തൊട്ടുള്ള റേറ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇതുപോലെ പറഞ്ഞാൽ 350 അല്ല, 299 തൊട്ടുള്ള റേറ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് തൊട്ട് നമ്മളൊരു 750 റേറ്റ് എന്നൊക്കെ പറയുമ്പോൾ ആ ഐറ്റംസ് എല്ലാം നമ്മളൊരു 1000 എബവ് റേറ്റിൽ സെയിൽ ചെയ്തിരുന്ന ഐറ്റംസ് ആണ്. അതിനെയാണ് നമ്മൾ ആ ഒരു 750 എന്ന് പറഞ്ഞ ഒരു ബഡ്ജറ്റ് റേറ്റിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഐറ്റം സ്ക്രീൻഷോട്ട് എടുക്കുക, സ്ഥലം കൂടി വെച്ചിട്ട് നമ്മുടെ ഈ താഴെ തന്നിരിക്കുന്ന വാട്സ്ആപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണണമെങ്കിൽ ഇഷ്ടപ്പെടുകയാണ് ഞാൻ സബ്സ്ക്രൈബ് ചെയ്തേക്കാം കേട്ടോ. അടുത്ത ബെല്ലൈക്കൺ പ്രസ് ചെയ്യണമെങ്കിൽ നമ്മൾ ഇടുന്ന വീഡിയോസ് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ വരും. ഫേസ്ബുക്കിൽ ഇൻസ്റ്റാഗ്രാമിലാണെങ്കിൽ കാണുന്നുണ്ടെങ്കിൽ ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. താങ്ക് യു.